എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒപ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. വേനൽമഴയിൽ മഞ്ഞപ്രയിൽ മരങ്ങൾ കടപുഴകി വീണു. കഴിഞ്ഞ ദിവസം മഞ്ഞപ്രയിലുണ്ടായ വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മഞ്ഞപ്ര പഞ്ചായത്ത് 9-ാം വാർഡിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന വെളിയത്തെ വീട്ടിൽ ലീല ഗോപാലകൃഷ്ണന്റെ വീട്ടുമുറ്റത്തെ മാവ് വട്ടം ഒടിഞ്ഞ് മെയിൻ റോഡിലേക്ക് പതിച്ചു. ഇതുമൂലം മണിക്കൂറുകളോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ് ഉണ്ടായത്. ഇവിടെ വൈദ്യുതി കമ്പികൾ പൊട്ടിവീണത് ജനങ്ങളെ ഏറെ ആശങ്കയിലാക്കി. ബസ് സ്റ്റോപ്പ്, സ്വകാര്യ ക്ലിനിക്, ട്യൂഷൻ സെന്റർ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാൽ നിരവധി ആളുകൾ ഇവിടെ വന്നു പോകുന്നത് ജനങ്ങളെ അതിലേറെ മുൾമുനയിലാക്കി. ബുധനാഴ്ച രാത്രി 9:30-യോടെയാണ് മഴയും കാറ്റും വീശിയത്. 9-ാം വാർഡിൽ തന്നെ ഫെറോന പള്ളിക്ക് പുറകുവശം കനാൽ തീരത്ത് നിന്നിരുന്ന പാഴ്മരം കടപുഴകി റോഡിലേക്ക് പതിച്ചു. വൈദ്യുതി കാൽ ഉൾപ്പെടെ ഒടിഞ്ഞു. നാട്ടുകാരാണ് രാവിലെ മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. കനാൽ തീരങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന വൃക്ഷങ്ങൾ വെട്ടിമാറ്റുകയോ ശിഖരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നിരവധി തവണ അധികാരികളെ രേഖാമൂലം അറിയിച്ചിട്ടും ഇക്കാര്യത്തിൽ അനങ്ങാപ്പറ നയമാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നതെന്നാണ് പരാതി. കനാൽ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒട്ടുമിക്ക മരങ്ങളുടെ വേരുകൾ പുറമെ കാണത്തക്ക വിധത്തിലും റോഡിലേക്ക് ചാഞ്ഞുമാണ് സ്ഥിതി ചെയ്യുന്നത്. കനാൽ അധികാരികൾ ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിസ്സംഗ മനോഭാവം വെടിയണമെന്ന് കോൺഗ്രസ് മഞ്ഞപ്ര മണ്ഡലം 9-ാം വാർഡ് കമ്മിറ്റി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.